എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജീവനക്കാർക്ക് ഏപ്രിൽ 1 മുതൽ അഷ്വേർഡ് പെൻഷൻ ഉത്തരവായിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അഷ്വേർഡ് പെൻഷൻ ഉറപ്പാക്കി സർക്കാർ ഉത്തരവായിരിക്കുകയാണ്. നിലവിലുള്ള പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം ജീവനക്കാർക്ക് കുറെ കൂടി മെച്ചമായിട്ടുള്ള അഷ്വേർഡ് പെൻഷൻ സ്കീം കൊണ്ടുവരുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് മിനിമം പെൻഷൻ ഉറപ്പാക്കുന്ന അഷ്വേർഡ് പെൻഷൻ സ്കീം 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. 2026 ഏപ്രിൽ 1 മുതൽ സർവീസിൽ പ്രവേശിക്കുന്നവർക്ക് അഷ്വേർഡ് പെൻഷൻ സ്കീമോ നാഷണൽ പെൻഷൻ സ്കീമോ തിരഞ്ഞെടുക്കാവുന്നതാണ്. നിലവിൽ നാഷണൽ പെൻഷൻ സ്കീമിൽ ഉൾപ്പെട്ടിട്ടുള്ള ജീവനക്കാർക്ക് അഷ്വേർഡ് പെൻഷൻ സ്കീം തിരഞ്ഞെടുക്കുവാനും അവസരമുണ്ട്. വിരമിക്കുന്ന സമയത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% അഷ്വേർഡ് പെൻഷൻ സ്കീമിലെ പരമാവധി പെൻഷൻ തുക. ഇത് സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്ന ശമ്പള സ്കെയിലിന് അടിസ്ഥാനമാക്കിയായിരിക്കും കണക്കാക്കുന്നത്. ക്ഷാമാശ്വാസവും ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. പരമാവധി പെൻഷൻ ലഭിക്കുന്നതിന് 30 വർഷത്തെ സേവനം പൂർത്തീകരിക്കേണ്ടതാണ്. പദ്ധതിയുടെ എല്ലാ വിശദാംശങ്ങളും അടങ്ങിയ ഉത്തരവുകൾ പ്രത്യേകമായിട്ട് തന്നെ ഇറക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പങ്കാളിത്ത പദ്ധതിയിൽ പെൻഷൻ ഉറപ്പില്ലായിരുന്നു. വരുമാനത്തിന്റെ വിഹിതം വർഷങ്ങളോളം അടച്ചാലും വിരമിച്ചാൽ പെൻഷൻ ഉറപ്പില്ലാത്ത പദ്ധതി പിൻവലിക്കണമെന്ന് ജീവനക്കാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷ്വേർഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കുമെന്ന് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ സർക്കാർ ഉറപ്പ് നൽകിയതാണ്. പങ്കാളിത്ത പദ്ധതി പിൻവലിക്കണമെന്ന നിലപാടായിരുന്നു LDF സർക്കാരിനും. എന്നാൽ ഇതിന് തടസ്സങ്ങളായിരുന്നു. ജീവനക്കാരുടെയും സംസ്ഥാന സർക്കാരിന്റെയും വിഹിതം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന ഫണ്ട് മാനേജർമാർ വഴി പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റിയിലേക്കാണ് പോയിരുന്നത്. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ ഇപ്പോഴടച്ച തുക കേന്ദ്ര സർക്കാർ തിരിച്ചു നൽകുന്നതല്ല. കേരളത്തിൽ 5.5 ലക്ഷം ജീവനക്കാരിൽ 2.40 ലക്ഷമാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലുള്ളത്. 2013 ഏപ്രിലിൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലേക്ക് മാറുന്നതിനായിട്ട് പ്രഖ്യാപിച്ചത്. കുറച്ചു വർഷം കഴിഞ്ഞാൽ പെൻഷൻകാരുടെ എണ്ണം ജീവനക്കാരുടേതിനേക്കാൾ കൂടുമെന്നും ശമ്പളം പോലും നൽകാനാകില്ല എന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കോൺഗ്രസ് അനുഭാവ സംഘടനയായിട്ടുള്ള NGO അസോസിയേഷൻ പദ്ധതിയെ അനുകൂലിക്കുകയായിരുന്നു. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.